സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം നോട്ട്. ലോകത്തെ മേൽകീഴ് മറിക്കാൻ പോകുന്ന പവറാണ് ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. പവർ. ദൈവമേ, അങ്ങയുടെ ആലയത്തിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അതിശക്തമായ അവിടുത്തെ കരുണ വർഷിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ അയക്കണമേ. ഓരോ മകനും മകളും ആഗ്രഹിക്കട്ടെ. ആലയത്തിനകത്തും പുറത്തും നിൽക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കട്ടെ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ശക്തി നിറയണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം ഈ മണിക്കൂറിൽ ഞങ്ങൾ യാചിക്കുകയാണ്. തിരുവചനം ഗ്രഹിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 2-ാമത്തെ വാക്യം. സുഭാഷിതങ്ങൾ 25 വാക്യം 2. സുഭാഷിതങ്ങൾ 25:2 വായിക്കാം. സുഭാഷിതങ്ങൾ പ്രോവേർബ്സ് 25:2. സുഭാഷിതങ്ങൾ 25:2 ഉച്ചത്തിൽ വായിക്കുക. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. ഉച്ചത്തിൽ വായിച്ചേ. നിഗൂഢത ദൈവത്തിൻ്റെ, എന്നോട് വായിച്ചേ. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. അടുത്ത വാക്യം വായിക്ക്. രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞ് അറിയുന്നതും. ഒന്നുകൂടെ വായിക്കാം. സുഭാഷിതങ്ങൾ 25:2 വായിക്കാം. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് എ ഗ്ലോറി ഓഫ് ഗോഡ് ടു കൺസീൽ തിങ്സ്. കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നിഗൂഢത ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എല്ലാം പകൽ പോലെ വെളിച്ചത്തിലേക്ക് വെക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമല്ല. മനസ്സിലായല്ലോ? നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ മുമ്പിൽ വെളിവാക്കപ്പെട്ടിട്ടില്ല, മനുഷ്യന് മനസ്സിലായിട്ടില്ല. നിഗൂഢത, മിസ്റ്ററി ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ടു കൺസീൽ തിങ്സ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. വചനം പറയുകയാണ് നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. ഉറക്കെ പറഞ്ഞേ, നല്ല വചനം അത്. പറഞ്ഞേ, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നത് രാജാക്കന്മാരുടെ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നത് രാജാക്കന്മാരുടെ മഹത്വമാണ്. അതായത് കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നത്, നിഗൂഢത, ദൈവിക കാര്യങ്ങൾ എപ്പോഴും നിഗൂഢമാണ്. അത് അന്വേഷിച്ചറിയുന്നത് ആരാണ്? അവരുടെ സ്ഥാനം ആരുടെ സ്ഥാനമാണ്? രാജാക്കന്മാരുടെ സ്ഥാനമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് മറച്ചു വെക്കപ്പെട്ടിരുന്ന ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ആരാഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തുന്നത് ആരുടെ സ്ഥാനത്തേക്ക് ഉയർത്തും? മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവവചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഒരാൾ അന്വേഷിക്കുമ്പോൾ അയാളുടെ അന്തസ്സ് മാറും, അയാളുടെ സ്ഥാനം മാറും, അയാളുടെ നിലവാരം മാറും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തെ വ്യർത്ഥമായ കാര്യങ്ങൾ അന്വേഷിച്ച് പോയാൽ നിങ്ങളുടെ നിലവാരം താഴും. നിഗൂഢമായ മറച്ചു വെക്കപ്പെട്ടിരുന്ന ദൈവം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വച്ചിരുന്നവ അന്വേഷിച്ച് ആരാഞ്ഞ് ഒരാൾ ആ പൊരുള് കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ ആരുടെ സ്ഥാനമാണത്? മറക്കുമോ ഈ വചനം? സുഭാഷിതം 25:2 വായിച്ചേ. നിഗൂഢത
ദൈവത്തിൻ്റെ മഹത്വമാണ്. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം ഇന്ന് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, വചനം പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാവാതെ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വചനം എടുത്തേ, ഇതിനോട് ചേർന്ന് വായിക്കാവുന്ന മറ്റൊരു ഇണവചനമുണ്ട്. അതാണ് നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം. നിയമാവർത്തനം 29 ഓർക്കാൻ എളുപ്പമാണ്. നിയമാവർത്തനം ഡ്യൂട്രോണമി 29 നിയമാവർത്തനം 29 വായിച്ചേ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. കണ്ടോ, വീണ്ടും അത് തന്നെ കാര്യം. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. രഹസ്യങ്ങൾ, മിസ്റ്ററി. രഹസ്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് അല്ല, മിസ്റ്ററി. മിസ്റ്ററി, സീക്രട്ട് അല്ല, മിസ്റ്ററി. കേൾക്കുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കണം. പറയാണ് ഇവിടെ നിഗൂഢത ദൈവത്തിൻ്റെ. സുഭാഷിതം 25:2 എന്താ പറഞ്ഞേ? നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. നിങ്ങൾ വചനം ഇങ്ങനെ ഉച്ചത്തിൽ നിങ്ങളുടെ അധരം കൊണ്ട് പറയണം. നിങ്ങളുടെ അധരം കൊണ്ട് പറയുമ്പോഴാണ് നിങ്ങളിൽ ചില കാര്യങ്ങൾ പൊട്ടാൻ പോണത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? എൻ്റെ അധരം കൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾ ഈ വചനം പറയണം. മനസ്സിലായി? വെറുതെ ഇരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ മിനിറ്റും നിങ്ങൾ ഈ വചനം കിട്ടുന്ന അത്രയും വചനം ഇങ്ങനെ പറയണം. ഞാൻ വായിക്കാൻ പറയുമ്പോൾ നിങ്ങളത് വായിക്കണം. വായിക്കുമ്പോഴാണ് ചിലത് ഇങ്ങനെ നമ്മളിൽ പൊട്ടി പുറപ്പെട്ട് വരാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം എന്താണ്? കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇത്? പാറയെ തകർക്കുന്ന കൂടമാണ്. അതിങ്ങനെ ആധാരമാണ് അത് പൊട്ടാൻ പോണത്. ഇത് പാറയെ തകർക്കുന്ന കൂടമാണ്. മനസ്സിലാവുന്നുണ്ട്? എൻ്റെ വചന അഗ്നിയാണ്, പാറയെ തകർക്കുന്ന കൂടമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വചനം പറയാൻ നിങ്ങൾ മടി കാണിക്കരുത്. സുഭാഷിതം 25:2 പറയൂ. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. അതായത് അപ്പോൾ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നത് രാജാക്കന്മാരുടെ മഹത്വം. അപ്പോൾ സുഭാഷിതം 25:2 വേഗം പറഞ്ഞോളൂ. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. പറഞ്ഞേ. അപ്പോൾ രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നത് രാജാക്കന്മാരുടെ മഹത്വവും. മനസ്സിലായി? ചൂടെടുക്കുന്നുണ്ടോ? ഇവിടെ ഭയങ്കര ചൂടാ, ഉള്ള ലൈറ്റ് എല്ലാം കൂടെ. പറഞ്ഞേ ഹല്ലേലൂയാ. വേറെ വഴിയില്ല, ഈ ദോശക്കല്ലിൽ ഇരിക്കുന്ന പോലെ ഇതിനകത്ത് ഇരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതോ ദൈവത്തിൻ്റെ കാര്യങ്ങൾ രാജാക്കന്മാരുടെ മഹത്വം. അപ്പോൾ അത് എത്രയാണ്? സുഭാഷിതം 25:2. അടുത്തത് നിയമാവർത്തനം 29. വെരി ഗുഡ്. അതെന്താണ്? നിയമാവർത്തനം 29 അതെന്താണ്? രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. കണ്ടോ, രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിഗൂഢമാണ്, രഹസ്യമാണ്. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് അതുകൊണ്ട് ഉപമകൾ വഴി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. എന്നിട്ട് ശിഷ്യന്മാർക്ക് വന്നെല്ലാം രഹസ്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. ഉപമകൾ വഴി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. കാരണം എന്താണ്? ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിഗൂഢമാണ്. അപ്പോൾ വായിക്കാം. നിയമാവർത്തനം 29 രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നേക്കും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടി ഉള്ളവയാണ്. വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടി ഉള്ളതാണ്. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടി ഉള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നത് രാജാക്കന്മാരുടെ. ഇനി രഹസ്യങ്ങൾ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാണ്. അടുത്തത് വെളിപ്പെടുത്തപ്പെട്ടവർക്കുള്ളതാണ്, നമുക്ക് നമ്മുടെ സന്തതികൾക്കും വേണ്ടി. അപ്പോൾ ഈ അനുശാസനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയാമോ? അതുകൊണ്ട് ഈ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആര് സഹായിക്കണം? അതാണ് പരിശുദ്ധാത്മാവ് സഹായിക്കണം. 2 കൊരിന്തോസ് 4-ാം അധ്യായം എടുക്കാം. 2 കൊരിന്തോസ് 4-ാം അധ്യായം
2 Korinthos 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. 2 Korinthos 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. 2 Korinthos 4:4. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഒന്നുകൂടെ വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അതാർക്കാണ്? നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഞാൻ വിശദീകരിക്കാം. അതായത് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആർക്കാ മനസ്സിലാക്കാൻ പറ്റാത്തത്? നാശത്തിലേക്ക് പോകുന്നവരെന്ന് പറഞ്ഞാൽ ഈ കണ്ണ് ദൈവത്തിൽ നിന്ന് മാറ്റി ലോകത്തിലേക്ക് വെച്ചിരിക്കുന്നവർക്ക്, നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമില്ലാത്തവർക്ക്, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമില്ലാത്തവർക്ക്, ഈ ലോകവും ലോകത്തിൻ്റെ സുഖങ്ങളും മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർ, അതാണ് ഈ നാശത്തിലൂടെ പോകുന്നു. യേശുവിനെ വേണ്ടാത്തവർ, സ്വർഗം വേണ്ടാത്തവർ, ആത്മീയ ഉയർച്ച വേണ്ടാത്തവർ, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തവർ. അപ്പോൾ അതാണ് ആര്? നാശത്തിലേക്ക് പോകുന്നു. വായിച്ചേ 2 Korinthos 4:3 വായിക്കേ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നിമിത്തം therefore ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവത്തിൻ്റെ ദൃശ്യമായ ആ മഹത്വമേറിയ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ ആ പ്രകാശം, ആ മഹത്വം അവർക്ക് കാണാൻ പറ്റുന്ന, അവർക്ക് ദൃശ്യമല്ല, അവർക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം എടുത്തേ. ലൂക്കാ 24. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് പറയും. ലൂക്കാ 24, ലൂക്കാ 24-ന്റെ 25. ലൂക്കാ 24:25 വായിച്ചേ. ലൂക്ക് 24:25. ലൂക്ക സ്ക്രീനിൽ നോക്കി വായിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം അതാ കാര്യം. ഹൃദയം മന്ദീഭവിച്ചവരെ. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് എവിടെ പറഞ്ഞിട്ടുള്ളത്? ബൈബിളില്, തിരുവെഴുത്തുകളിൽ, ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവര്. ഇതാണ് പറയുന്നത്. മനസ്സിലായ? ഹൃദയം അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഹൃദയം അടഞ്ഞു പോയിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ഹൃദയം അടഞ്ഞു പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഇത്? ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആര് തുറന്നു തരണം? പരിശുദ്ധാത്മാവ് തുറന്നു തരണം. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അത് ബുദ്ധിമാന്മാരിൽ നിന്നും, മത്തായിയുടെ വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ട് ആർക്ക് വെളിപ്പെടുത്തി? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ട് അത് ആർക്ക് വെളിപ്പെടുത്തി? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് എഫേസോസ് ലേഖനം 1:18 അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊന്നെടുത്ത്. എഫേസോസ് 1:18 അപ്പസ്തോലൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എഫേസോസ് 1:18 പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ്? 1:17-18 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ. അപ്പോൾ ഒന്നുകൂടെ വായിച്ചേ. എന്ത് ആത്മാവാണ്? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ പോകണമെങ്കിൽ എന്താത്മാവ് കിട്ടണം? എന്താത്മാവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? വെളിപാടിൻ്റെ ആത്മാവ്. അതിലേ പറഞ്ഞ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ആർക്ക് വെളിപ്പെടുത്തി? ശിശുക്കൾക്ക് അതാണ് വെളിപാടിൻ്റെ ആത്മാവ്. ഇത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം എടുത്തേ. മത്തായി 16 എടുത്തേ. മത്തായി 16 വായിച്ചേ. മത്തായി 16 വായിക്കാവോ? ശിമയോൻ പത്രോസ് പറഞ്ഞു,
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. 17 വായിച്ചേ. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. കണ്ടോ, നിങ്ങൾ ശ്രദ്ധ. ഈ വെളിപാട് കിട്ടുന്ന ആളുകളെ നേരത്തെ എന്താ പറഞ്ഞേ? കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നത് ആരാന്നാ പറഞ്ഞേ? ഈ വെളിപാട് കിട്ടുന്ന ആളുകളെ ബൈബിൾ വിളിക്കുന്ന ആരാ? ഭാഗ്യവാൻ. ഭാഗ്യവാൻ പറയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. ഇവിടെ നാലോചിക്കുക, എന്തിനാ യോനായുടെ പുത്രനായ ശിമയോനെ എന്ന് പറയുന്നത്? യോനായുടെ പുത്രനായ ശിമയോനെ. ഞങ്ങൾ LP സ്കൂളിൽ പഠിച്ച കാലത്ത്, ചെറുപ്പത്തിൽ ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. ആ സാറ് ഞങ്ങളുടെ ഇപ്പം എൻ്റെ പേരല്ല വിളിക്കുന്നത്, എൻ്റെ അപ്പൻ്റെ പേരാണ് വിളിക്കുന്നത്. എല്ലാവരെയും, ക്ലാസ്സിലുള്ള എല്ലാവരെയും അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അപ്പൻ്റെ പേരാണ്. നമുക്കന്നേരം രോഷം ഉണ്ടാവും, ആത്മരോഷം. എന്താണ് ഇത്? എന്തിനാണ് അപ്പൻ്റെ പേര് വിളിക്കുന്നത്? അമ്മ പേര് വിളിച്ചാൽ പോരെ? നമുക്ക് നല്ല പേരില്ലേ? അപ്പൻ്റെ പേര് വിളിക്കണം. എന്താ കാര്യം അപ്പൻ്റെ പേര് വിളിക്കാൻ? കാര്യം എന്താ? അതായത് ഞാൻ പാവമായിരുന്നു, ബാക്കി കുട്ടികളെല്ലാം ഭയങ്കര വിളച്ചിൽ പിള്ളേരായിരുന്നു, ഞാൻ വളരെ സാധുവായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ക്ലാസ്സിൽ ഉള്ള ഈ ഞൊളപ്പന്മാരെ എല്ലാം കൂടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാർ ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്ര വിദ്യയാണ് അപ്പൻ്റെ പേര് വിളിക്കുക. അപ്പൻ്റെ പേര് വിളിച്ച എന്താ അർത്ഥം? നിൻ്റെ അപ്പനെ എനിക്ക് പറ, നിൻ്റെ അപ്പനെ എനിക്ക്, നിൻ്റെ ഒരുപാട് വിളച്ചിലൊന്നും എടുക്കണ്ട, നിൻ്റെ അപ്പനെ എനിക്ക്, നിൻ്റെ അപ്പനെ വരെ അറിയാം. അതാണ് ഈ അപ്പൻ്റെ പേര് വിളിക്കുന്നത്. അപ്പോൾ ഈശോ അപ്പൻ്റെ പേര് വിളിക്കുകയാണ്. യോനായുടെ പുത്രനായ ശിമയോനെ എന്ന് പറഞ്ഞാൽ നിൻ്റെ അപ്പനും നിൻ്റെ വീടും നിൻ്റെ അഡ്രസ്സും നിൻ്റെ സാഹചര്യം എല്ലാം എനിക്കറിയാം. നിൻ്റെ അപ്പനോ അപ്പൂപ്പനോ ഒന്നും പഠിപ്പിച്ചല്ലെന്നിത്. മനസ്സിലാകുന്നുണ്ടോ? നിൻ്റെ അപ്പനോ നിൻ്റെ അപ്പൂപ്പനോ നിൻ്റെ കുടുംബമോ നിൻ്റെ സ്കൂളോ നിൻ്റെ പാഠപുസ്തകമോ നീ പഠിച്ച ടെക്സ്റ്റ് ബുക്കുകളോ നിൻ്റെ അനുഭവം ഒന്നും പഠിപ്പിച്ചല്ലിത്. ഇത് പഠിപ്പിച്ച ആരാണ്? ഇത് എന്താണ് പറയുക? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തിയത്. മനസ്സിലായേ? നിന്റെ അപ്പനല്ല, എൻ്റെ അപ്പനാണ് ഇത് വെളിപ്പെടുത്തിയെന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം. യോനായുടെ പുത്രനായ ശിമയോൻ എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പനല്ല, നിന്റെ അപ്പനല്ല എൻ്റെ അപ്പൻ, അതല്ല. നിന്റെ അപ്പനല്ല, എൻ്റെ അപ്പനാണിത് വെളിപ്പെടുത്തിയത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇത് വെളിപ്പെടുത്തി അവകണ്ടോ? യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങൾ അല്ല. മാംസരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ എന്താ? മാംസരക്തങ്ങൾ, നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടും അല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. മാംസരക്തങ്ങൾ എന്ന് ബൈബിളിൽ പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ നിന്റെ പറയാണ്, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളല്ല, മനുഷ്യരല്ല, നിന്റെ അപ്പനല്ല, നീ പഠിച്ചതല്ല, ഭൂമിയിൽ നിന്ന് കിട്ടിയതല്ല. ഇത് ആരാണ്? ഇത് മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈശോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും നമുക്ക് എങ്ങനെ കിട്ടണം? വെളിപ്പെടുത്തി കിട്ടണം. വെളിപ്പെടുത്തി കിട്ടണം. ബൈബിള് വായിച്ചാൽ മാത്രമായില്ല, ബൈബിളിനകത്തുനിന്ന് വെളിപാട് കിട്ടണം. ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവസ്വരം നമ്മൾ സംസാരിച്ച് നമുക്കത് ബോധ്യം ആത്മാവിൽ കിട്ടണം. ഒരുപാട് പേർക്ക് ഇത് എവിടെ കിട്ടുന്നേ? തലേ കിട്ടുന്നുണ്ട്. കാര്യങ്ങൾ അറിയാം, വാക്യങ്ങളും അറിയാം. നിങ്ങളെക്കാൾ കൂടുതൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ബൈബിൾ വാക്യം അറിയാവുന്ന ആളുടെ പേരറിയാം? അറിയില്ല. ആളുടെ പേരാണ് സാത്താൻ. ബൈബിളിലെ എല്ലാ വാക്യങ്ങളും കാണാതെ അറിയാം. കർത്താവ് ഈശോമിശിഹായുടെ അടുത്ത് വന്നപ്പോൾ ഈശോമിശിഹായുടെ അടുത്ത് സാത്താൻ സംസാരിച്ചത് എങ്ങനെയാ? ഷേക്സ്പിയർ കോട്ട് ചെയ്തല്ല. ഷേക്സ്പിയർ കോട്ട് ചെയ്താണോ സംസാരിച്ചത്? അല്ല. മനോരമ വന്ന് ഇന്നത്തെ ഫ്രണ്ട് ലൈൻ ഹെഡ്ലൈൻ വായിച്ചിട്ടാണോ? അല്ല. അത് പറഞ്ഞിട്ടല്ല. എന്താ പറഞ്ഞേ? വചനം കൊട്ടി ചെയ്തിട്ടാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ? നമുക്ക് പോലും അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ നിന്റെ ദൂതന്മാരോട് അവിടുന്ന് കൽപ്പിക്കുമെന്ന് ഇതിനകത്ത് ബൈബിൾ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ ബൈബിൾ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? ഭൂമിയിലുള്ള എല്ലാ വാക്യങ്ങളും അറിയാവുന്ന, ബൈബിളിലുള്ള എല്ലാ വാക്യങ്ങളും അറിയാവുന്ന ആളുടെ പേരാണ് പിശാച്. അതുകൊണ്ട് വാക്യങ്ങൾ അറിയാമായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞ ഹല്ലേലൂയ. പൊരുള് കിട്ടണം, വെളിപ്പെടുത്തൽ കിട്ടണം. ആ വചനം സംസാരിക്കണം, വചനം എന്താണെന്ന് മനസ്സിലാവണം, ഹൃദയത്തിൽ ആത്മാവിൽ വെളിപ്പെടുത്തി കിട്ടണം. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അത് വെളിപാടാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഈ സുവിശേഷം ആരും എന്നെ പഠിപ്പിച്ചത് അല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് 1:11 വായിക്ക്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കാമോ? സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല. അതിന് വേറൊരു വാക്ക് പറയാമോ? മാനുഷികമല്ല. അതിന് വേറൊരു വാക്ക് പറയാമോ? മാനുഷികമല്ല. വേറൊരു വാക്ക് പറയാമോ? ആരോ പറഞ്ഞു? മാംസവും രക്തവും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ.
മാംസരക്തങ്ങൾ പഠിപ്പിച്ചല്ലെന്ന്, മാനുഷികമല്ല. മനസ്സിലായോ? ഭൂമിയിൽ നിന്ന് പഠിച്ചതല്ല. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തെന്നാൽ വായിക്ക്, മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ കണ്ടോ, വാക്ക് കണ്ടോ? യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാനതിലേക്ക് ഇനി പോകുന്നില്ല. ഇതെല്ലാം ഹൃദയം ബൈബിളിൽ ഒരു 10-35 വാക്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കർത്താവ് വെളിപ്പെടുത്തി തരണം, പറഞ്ഞു തരണം. ദൈവം വെളിപ്പെടുത്തി തരണം. നിങ്ങൾ കാണും, എന്നാൽ കാണും പക്ഷേ മനസ്സിലാക്കത്തില്ല. കേൾക്കും, എന്നാൽ ഗ്രഹിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. അതുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്കിന്ന് നമ്മൾ റോമാലേഖനം പഠിക്കുമ്പോൾ ശരിക്കും വെളിപാടിൻ്റെ ഒരു ആത്മാവില്ലെങ്കിൽ റോമാലേഖനം മനസ്സിലാക്കാൻ പറ്റില്ല. വെളിപാടിൻ്റെ ഒരു ആത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ റോമാലേഖനം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കണം ഈശോയോട്. കർത്താവേ, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ നീറുന്ന പ്രതിസന്ധികളിലേക്ക് വരും. ദൈവവചനം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ വേഗം ഉണ്ടാവും. വചനം പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ വരുന്നത് ദാഹിച്ച്. വചനം പഠിക്കുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കും. വേറെ എന്ത് കാര്യം ചെയ്യുമ്പോൾ അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നിക്കോദെമോസിനെ അല്ല, ഈശോ നഥാനിയേലിനെ കണ്ടപ്പോൾ, നഥാനിയേലിൻ്റെ മറ്റൊരു പേര് ലോഗോസ് ക്വിസ്, നഥാനിയേലിൻ്റെ മറ്റൊരു പേര് ബർത്തലോമിയ. എങ്ങാതരണോ എന്താ? ബർത്തലോമിയ. നഥാനിയേലിൻ്റെ വേറൊരു പേരാണ് ബർത്തലോമിയ. അപ്പസ്തോലനായ ബർത്തലോമിയാണ് നഥാനിയേൽ. അപ്പോൾ യേശു നഥാനിയേലിനെ കണ്ടപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? അയ്യട മനമേ തീപ്പെട്ടിക്കോലെ. എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? അങ്ങനെയാണോ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. പിന്നെന്ത് പറഞ്ഞു? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് ലൂലമാളി വെച്ച് നിന്നെ ഞാൻ കണ്ടിരുന്നു. എവിടാണ്? അത്തിമരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു. എവിടെ വെച്ച് കണ്ടു? ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരാൾ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത്തിപ്പഴം പറക്കാൻ അല്ല, ബൈബിള് പഠിക്കാൻ ഇരിക്കാന്നാണ് അർത്ഥം. തിരുവെഴുത്തുകൾ തുറന്നു വെച്ച് വായിക്കുന്ന റബ്ബിമാരുടെ ചിത്രമാണ് അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ അവതരിപ്പിക്കുക, ബൈബിൾ വരയ്ക്കുന്ന ഒരു ചിത്രമാണ്. അത്തിമരത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചുരുളുകൾ തുറന്ന് വചനം പഠിക്കാനിരിക്കുക എന്നാണ്. അപ്പം നഥാനിയേലിനോട് യേശു പറയുകയാണ്, അത്തിമരത്തിന്റെ ചുവട്ടിൽ നീ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ ഓൾറെഡി കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ആര് കണ്ടില്ലെങ്കിലും ഒരു ബൈബിളും തുറന്ന് നിങ്ങൾ ഏകാഗ്രമായി ദൈവവചനം ധ്യാനിച്ചിരിക്കുമ്പോൾ നിങ്ങളെ ലോകത്ത് ആര് കണ്ടില്ലെങ്കിലും കാണേണ്ടവൻ കാണും. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? കാണേണ്ടവൻ കാണും. അതിനകത്ത് ഒരു സംശയം വേണ്ട. പറഞ്ഞ ഹല്ലേലൂയ. നമ്മളിപ്പോൾ 175 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ച് പൂർത്തിയാക്കുന്ന ഒരു പദ്ധതി ഫെബ്രുവരിയിൽ അവസാനിച്ചു. അനേകായിരങ്ങൾ അതിനകത്ത് പങ്കുചേർന്നു. ഒത്തിരി മക്കൾ വിശ്വസ്തയോടെ പൂർത്തിയാക്കി. കുറച്ച് പേര് കുറച്ച് സമയമെടുത്താണല്ലോ അത് തീർത്തു. ഇപ്പോൾ ഇഷ്ടം പോലെ കത്തുകൾ വരികയാണ് മൗണ്ട് കാർമലിലേക്ക്, ഇഷ്ടം പോലെ കത്തുകൾ. ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു 8 കത്ത് പൊട്ടിച്ച് ഞാൻ വായിച്ചിട്ടാണ് വരുന്നത്. ആ കത്തിനകത്ത് മുഴുവൻ എന്താ, ഞാൻ ബൈബിള് വായിച്ചിട്ട് ഉണ്ടായ അനുഭവങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും വിമോചനങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ നനച്ചു നോക്ക്. അപ്പോൾ ദൈവോചനമായിട്ട് ഒരാൾ ബൈബിൾ തുറന്ന് വായിച്ചിരിക്കുമ്പോൾ ദൈവം ഇടപെടും. എന്നോട് ഒരു കുവൈറ്റിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തായ ഒരു സഹോദരൻ ഒരിക്കലും ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹം ബൈബിൾ വായിച്ച് ഇങ്ങനെ വരുന്ന സമയത്താണ് ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അന്ന് ബൈബിൾ വായിക്കണം. അപ്പോൾ ഫ്ലൈറ്റിൽ രാത്രി നൈറ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, പിന്നെ റീഡിങ് ലൈറ്റ് വേണേൽ ഇടാം, പക്ഷേ ആ റീഡിങ് ലൈറ്റ് ഇട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം മൊബൈലിൻ്റെ ലൈറ്റ് കത്തിച്ച് അങ്ങനെ ഇരുന്ന് ബൈബിള് വായിച്ചു. വിശ്വസ്തത. അപ്പോൾ വേണമെങ്കിൽ കുഴപ്പമില്ല, ഇനി ഇവിടെ എത്തുമ്പോഴേക്കും പിന്നെ പിറ്റേ ദിവസമാവും, പിന്നെ ട്രാവൽ ചെയ്ത് വീട്ടിലെത്തി കഴിയുമ്പോൾ അടുത്ത ദിവസമാവും, അപ്പോൾ ഈ ദിവസം മുടങ്ങുമല്ലോ എന്ന് ഓർത്തിട്ട് വിശ്വസ്തതയാണ്.
അത് എന്ത് ചെയ്തു? റീഡിങ് ലൈറ്റ് ഇട്ട് ബാക്കി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്തിട്ട് മൊബൈലിൻ്റെ ലൈറ്റ് തെളിച്ച് അരമണിക്കൂർ ബൈബിൾ വായിച്ചു. അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ എന്നോട് പറയുകയാണ്, ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിങ്ങനെ ബൈബിൾ വായിച്ച് ഇത്രയും എനിക്ക് ബൈബിൾ വായനയിൽ ഞാൻ ശ്രദ്ധ വെച്ച് നേരത്തെ വായിച്ചിട്ടില്ല. ഇങ്ങനെ ഞാൻ വായിച്ച് ഞാൻ ആ വചന വായനയെ വിശ്വസ്തത പുലർത്തിക്കൊണ്ടിരുന്ന ആ ദിവസങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മായി ബന്ധപ്പെട്ട ഒരു വലിയ ഉന്നതമായ ജോലി ദൈവമായ കർത്താവ് പ്രദാനം ചെയ്തു. നിങ്ങളെന്ന് വെച്ചാൽ ഒരു ജോലി, നല്ല ജോലിയും നല്ല ശമ്പളം ഉള്ളവന് ഇത് കേൾക്കുമ്പോൾ ഒന്നും തോന്നത്തില്ല. പക്ഷേ ഒരു ജോലി ഇല്ലാത്തവൻ അറിയാം അതിൻ്റെ വിഷമം. അപ്പോൾ അത് ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എന്താണ്? ഈ പുസ്തകത്തെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക. വേറെ ഒന്നിനെയും സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലും ഇത് വെറുതെ ഇങ്ങനെ ഒരു അക്കാഡമിക് ടെക്സ്റ്റ് ബുക്ക് അല്ല. ഇത് നമ്മുടെ ദൈവം സംസാരിക്കുകയാണ് ഇതിനകത്തൂടെ. ജീവനുള്ള വചനമാണിത്. 2 കൈയും കാലും ഒക്കെ ഉള്ള ഒരാളാണ് ഇതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇതൊരാളാണ് ഈ ബൈബിൾ. 2 കൈയും കാലും ഒക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ, അതായത് അങ്ങനെയാണ് ദൈവം വചനത്തിലൂടെ സംസാരിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്, ദൈവമേ എനിക്ക് ദൈവവചനം ഓരോ വാക്കും മനസ്സിലാവണം. ഓരോ വാക്കും, ദൈവത്തിൻ്റെ ഓരോ വാക്കും മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാവാനുള്ളൊരു അഭിഷേകം വെളിപ്പെടാനായിട്ട് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം വലിയൊരു അത്ഭുതം എന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് ശക്തമായൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു വചനത്തിൻ്റെ ശക്തി, ഒരു അഭിഷേകം ഇന്ന് വ്യാപരിക്കും. വലിയ വചനത്തിൻ്റെ ഒരു അഭിഷേകം വ്യാപരിക്കും. കർത്താവിൻ്റെ ആത്മാവ് ഇടപെടും. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് ഇനി ആരെയും ശ്രദ്ധിക്കരുത്. ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. ഹൃദയം തുറന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം. ആരാധന, 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 ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഉച്ചത്തിൽ സ്തുതിച്ചേ. യേശുവേ ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ നിന്റെ ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അയക്കണമേ, വചനത്തിന് ശക്തി അയക്കണമേ, അഭിഷേകം അയക്കണമേ, ശക്തി വെളിപ്പെടണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. ശക്തി വിളിക്കുന്ന ഈശോയേ. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലാണ്. റോമാലേഖന പഠനത്തിലേക്ക് പ്രവേശിക്കാം. റോമാലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 16-17 വാക്യങ്ങളാണ് കഴിഞ്ഞ മാസം പറഞ്ഞ് നിർത്തിയത്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, ദൈവനീതി എന്ന് പറയുന്ന ഒരാശയം മനസ്സിലായാലേ നമുക്ക് യഥാർത്ഥത്തിൽ പുതിയ നിയമം മുഴുവൻ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുക, ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മത്തായിയുടെ സുവിശേഷം എടുക്കണ്ട, വെറുതെ ഒന്ന് കേട്ടിരിക്കുക. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ പരിചയമുണ്ടോ എന്ന് നോക്കുക. ഈശോ പറയുകയാണ്, പുതിയ നിയമത്തിൽ പറയുകയാണ്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അവിടെ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ നീതി. മനസ്സിലായോ? അപ്പം ഈ വാക്ക് ഇത് അല്പം ആശയക്കുഴപ്പമോ അവ്യക്തതയോ നൽകാവുന്ന ഒരു വാക്കാണ്. നീതി, നമുക്ക് നീതിക്ക് വേണ്ടിയുള്ള മുറവിളി. മനസ്സിലായോ? ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ ചെന്നാൽ നീതിക്ക് വേണ്ടി സത്യാഗ്രഹം കിടക്കുന്ന സഹോദരങ്ങളെ കാണാൻ പറ്റും. നീതി, നമുക്ക് പരിചയമുള്ള വാക്ക് അതാണ്, നീതി. അതിന് ഇംഗ്ലീഷ് വാക്ക് ജസ്റ്റിസ് എന്നാണ്. എന്നാൽ ഇവിടെ അപ്പസ്തോലന്മാർ ഉപയോഗിക്കുന്ന നീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് അല്ല, പിന്നെന്താ? അതിനുപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് റൈച്ചിയസ്നെസ് എന്നാണ്. റൈച്ചിയസ്നെസ്. അപ്പോൾ ആ അർത്ഥം വേറെയാണ്. നമ്മൾ പറയുന്ന നീതിയല്ല. എനിക്ക് നീതി കിട്ടി. നിങ്ങളുടെ 10,000 രൂപ ഒരാൾ മോഷ്ടിച്ചെടുത്തു, നിങ്ങൾ കേസ് കൊടുത്തു, പോലീസ് വന്ന് അയാളുടെ 10,000 രൂപ വാങ്ങിച്ച് നിങ്ങളുടെ തിരിച്ചു തന്നു. അപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്ത് കിട്ടി? 10,000 കിട്ടിയെന്നല്ല പറയുന്നത്,
ഞങ്ങൾക്ക് നീതി കിട്ടി എന്ന് പറയും. അപ്പം നീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ന്യായമായി അവകാശപ്പെട്ട എന്തോ ഒന്ന് കിട്ടുന്നതിനാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് നീതി. എന്നാൽ ബൈബിളിൽ നീതി എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പം അത് മനസ്സിലാവാനാണ് ഈ വാക്യം പറയുന്നത്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ. അപ്പോൾ അവിടെ കണ്ടോ നീതി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് നീതി? ആ നീതി എന്താണ്? നീതി സ്റ്റോർ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു നീതിയില്ലാത്ത സ്റ്റോറാണത്. അപ്പോൾ നീതി, അപ്പോൾ എന്താണ് ആ നീതി? പിന്നെ വേറൊരിടത്ത് പറയാണ്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ എന്താണ് നീതി? പിന്നെ വേറൊരിടത്ത് പറയാണ്, നീതിക്ക് വേണ്ടി പീഡനം സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ അവിടെ എന്താണ് നീതി? ജസ്റ്റിസ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് വേറൊരിടത്ത് പറയാണ്, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്, രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, തെരുവുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ പറയുന്നു, കടന്നു പോകുവിൻ, കടക്കുപുറത്ത്. എന്ത് പറയുന്നു? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്താ പറയുന്നത്? ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവർ. ഇതിന് ഓപ്പോസിറ്റ്. അത് നീതിയുടെ ഓപ്പോസിറ്റാണ് അനീതി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നീതി കണ്ടോ, നീതി അനീതി. ഇനി വേറെടുത്ത് പറയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. കണ്ടോ, നിങ്ങൾക്ക് പുതിയ നിയമം മനസ്സിലായി. ഇനി റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്ക് ആവർത്തിക്കപ്പെടും, നീതീകരണം. അവിടെ കണ്ടോ നീതി. ഇനി വേറെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആവർത്തിക്കപ്പെടും, വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നതെങ്കിൽ. ഇനി വേറൊരിടത്ത് പറയും, നാം നീതീകരിക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം. ആവർത്തിച്ച് ഇനി ബൈബിൾ ഉപയോഗിക്കാൻ പോകുന്ന വാക്കാണ് ഈ നീതി. അപ്പൊ ആ നീതി മനസ്സിലാവാതെ നിങ്ങൾക്ക് ദ ഹോൾ ന്യൂ ടെസ്റ്റമെന്റ് മനസ്സിലാവില്ല. അപ്പൊ ആദ്യത്തെ പരിപാടി എന്താണ്? നീതി എന്താന്ന് അറിയണം. നിങ്ങൾക്ക് അറിയണോ? അറിയണം. അപ്പൊ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ എനിക്ക് നന്ദി പറയും. എന്തിനെന്നറിയാമോ? ഞങ്ങൾക്ക് ബൈബിളിലെ അനേക വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നീതിയെ മനസ്സിലാക്കാൻ ഞാൻ നീതിയെ ഒരു 4 തലക്കെട്ടുകളിലായി തിരിക്കുകയാണ്. നീതിയെ ഒരു 4, ബൈബിളിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡായ കോൺസെപ്റ്റുകളിൽ ഒന്നാണ് ഈ നീതി എന്ന് പറഞ്ഞാൽ. ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയുന്നില്ല, പ്രയാസമുള്ള സങ്കല്പങ്ങളിൽ ഒന്നാണ് നീതി. അതുകൊണ്ട് നീതിയെ മനസ്സിലാക്കാൻ നീതിയെ ഞാൻ 4 തലക്കെട്ടുകളായി തിരിക്കുകയാണ്. ഒന്നാമത്തേത് നീതിമാനായ ദൈവം, പരിശുദ്ധനായ ദൈവം. ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു അല്ലേ? നീതിമാനായ ദൈവം, പരിശുദ്ധനായ ദൈവം. എ ഗോഡ് ഹു ഈസ് ഹോളി, എ ഗോഡ് ഹു ഈസ് റൈച്ചസ്. റൈച്ചസ് ഗോഡ്, ഹോളി ഗോഡ്. ഞാൻ നീതിയെ 4 തലക്കെട്ടുകളിലായി തിരിക്കുകയാണ് മനസ്സിലാവാൻ വേണ്ടി. 1 നീതിമാനായ ദൈവം, 1 നീതിമാനായ ദൈവം അഥവാ പരിശുദ്ധനായ ദൈവം. അതാണ് ഒന്ന് പറയണം. നിങ്ങളത് ഒന്ന് പറയണം. പറഞ്ഞേ. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ എഴുതുക, നീതി എന്ന് എഴുതിയിട്ട് താഴെ 1 നീതിമാനായ ദൈവം ബാർ പരിശുദ്ധനായ ദൈവം. എഴുതിയോ? ആണോ? എന്നിട്ട് എന്താ 9 തോറ്റെന്ന് എനിക്ക് മനസ്സിലാവട്ടെ. ഓക്കെ. അപ്പോൾ നീതിമാനായ ദൈവം, പരിശുദ്ധനായ ദൈവം ഒന്നാമത്തേത്. രണ്ടാമത്തേത് നീതിയുടെ നിലവാരം. രണ്ടാമത്തേത് നീതിയുടെ നിലവാരം എന്ന് പറഞ്ഞാൽ നീതിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ്. നീതിയുടെ നിലവാരം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ പിന്നീട്. നീതിയുടെ നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ്. രണ്ടാമത്തേത് എഴുതിയോ? നീതിയുടെ നിലവാരം എഴുതിയോ? എഴുതി. മൂന്നാമത്തേത് ഈ നീതിയുടെ നിലവാരത്തിൽ എത്താനുള്ള മനുഷ്യൻ്റെ കഴിവില്ലായ്മ. മൂന്നാമത്തേത് ഈ നീതിയുടെ നിലവാരത്തിൽ ഹ്യൂമൻ ഇൻകപ്പാസിറ്റി, എക്സിസ്റ്റൻഷ്യൽ ഇൻകപ്പാസിറ്റി ടു റീച്ച് ഔട്ട് ടു ദിസ് സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ്. ഈ നീതിയുടെ ഉന്നത നിലവാരം പ്രാപിക്കുന്നതിനുള്ള മനുഷ്യൻ്റെ കഴിവില്ലായ്മ, ഇൻകപ്പാസിറ്റി, മനുഷ്യൻ്റെ സ്വാഭാവിക കഴിവില്ലായ്മ. എഴുതിയോ? ഈ നീതിയുടെ നിലവാരത്തിൽ എത്തിച്ചേരുന്നതിനുള്ള പരീക്ഷയുണ്ട് റോമാലേഖനം കഴിയുമ്പോൾ പരീക്ഷ. അപ്പോൾ ഈ നീതിയുടെ നിലവാരത്തിൽ എത്തിച്ചേരുന്നതിനുള്ള മനുഷ്യൻ്റെ കഴിവില്ലായ്മ മൂന്നാമത്തേത്. നാലാമത്തേത് നീതീകരിക്കുന്ന ദൈവം. നാലാമത്തെ. ഈ 4 സങ്കല്പങ്ങൾ മനസ്സിലായാൽ നിങ്ങൾക്ക് സുവിശേഷം മനസ്സിലാവും. സുവിശേഷം എന്താണെന്ന് ലോകത്ത് ആരോടെങ്കിലും പറയണമെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി. പരിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം. പരിശുദ്ധിയുടെ നിലവാരം,
നീതിയുടെ നിലവാരം. ആ നിലവാരത്തിലെത്താനുള്ള മനുഷ്യൻ്റെ അസ്തിത്വപരമായ കഴിവില്ലായ്മ നീതീകരിക്കാൻ ഇറങ്ങി വന്ന ദൈവം. ഇതാണ് സുവിശേഷം. എന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ സുവിശേഷം. സുവിശേഷത്തിൻ്റെ 4 പാരാമീറ്റർ, സുവിശേഷത്തിൻ്റെ 4 ഫണ്ടമെന്റൽ നോഷൻസ്, അടിസ്ഥാന ധാരണകൾ, ബോധ്യങ്ങൾ എന്താണ്? ഉറക്കെ പറയൂ. 1, നീതിമാനും പരിശുദ്ധനുമായ ദൈവം. 2, നീതിയുടെ നിലവാരം. 3, നിലവാരത്തിലെത്താനുള്ള കഴിവില്ലായ്മ. 4, രക്ഷപ്പെട്ടു. അപ്പം നീതി നമ്മൾ 1:17-18 ആയിട്ടുള്ളൂ. 19 മുതൽ നമ്മളൊന്നും ആയിട്ടില്ല. പക്ഷെ 18 കടക്കണമെങ്കിൽ മനസ്സിലായ, നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് 18. ആ 18 എനിക്ക് പറയണമെങ്കിൽ ഞാൻ നീതി പറഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? കവലപ്പെടാതെ നിങ്ങൾ ഇങ്ങനെ പതുക്കെ ഇവിടെ ഇരിക്കണം. ഞാൻ സാവകാശം ഇത് നിങ്ങളെ പറഞ്ഞ് നിങ്ങളുടെ തലയിൽ പ്രവേശിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്താൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നീതിമാനും പരിശുദ്ധനുമാണ്. ഇത് ഇതിനോടകം പല സന്ദർഭങ്ങളിൽ പറഞ്ഞ് നിങ്ങൾക്ക് ധാരണകൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ക്രിസ്ത്യൻ ഗോസ്പൽ തുടങ്ങുമ്പോൾ, ക്രിസ്ത്യാനി തൻ്റെ സുവിശേഷം ആരോടെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ സുവിശേഷത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താവണം? അതായത് നിങ്ങൾ ആരോടെങ്കിലും ഒരാളോട് സുവിശേഷം എന്താണ്, എനിക്ക് സഹോദരി എനിക്ക് സുവിശേഷം നിങ്ങളോട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ സുവിശേഷം ഒരാളോട് എങ്ങനെ പറഞ്ഞു തുടങ്ങും? അതാണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? സഹോദര, ദൈവം സ്നേഹമാണ് എന്ന്. അത് ഒരിക്കലും അങ്ങനെ തുടങ്ങരുത്. ബൈബിൾ അങ്ങനെ തുടങ്ങിയിട്ടില്ല. ദൈവ സ്നേഹം അല്ലേ? അതെ. പക്ഷെ ദൈവ സ്നേഹമാണ് എന്ന് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ശേഷം മാത്രമാണ് ബൈബിൾ വെളിപാടായി നമുക്ക് നൽകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബൈബിൾ തുടങ്ങുന്നത് ദൈവ സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല. പിന്നെന്താണ്? സ്നേഹമാണ്, ഒരു സംശയമില്ല. പക്ഷേ ബൈബിൾ പറയുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹവും എല്ലാം ഉൾപ്പെടുന്ന ദൈവത്തിൻ്റെ വേറൊരു ക്യാരക്ടറാണ്. ദൈവം ആരാണ്? ക്രിസ്ത്യാനി, നീ വിശ്വസിക്കുന്ന ദൈവം ആര് എന്ന് ചോദിച്ചാൽ ഉടനെ ചാടിക്കറി പറയരുത് ദൈവ സ്നേഹമാണ് എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അപ്പം നിങ്ങൾ ചോദിക്കുക, അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ദൈവ സ്നേഹമല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ പറയട്ടെ. ഉടനെ ഇത് വെച്ചാണ് നിങ്ങൾ സുവിശേഷം തുടങ്ങുന്നതെങ്കിൽ ഇത് കേൾക്കുന്ന ആൾ ഉടനെ തിരിച്ചു ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കുന്ന ഒരു ദൈവം എങ്ങനെയാണ് ആളുകളെ നരകത്തിൽ വിടുന്നത്? മനസ്സിലാവുന്നുണ്ടോ? സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന് എങ്ങനെയാണ് മനുഷ്യർ നരകത്തിൽ പോകുന്നത് കണ്ടു നീക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഒന്നും പറയണ്ട. അപ്പം നിങ്ങൾ അപ്പപ്പ അടിക്കും. ദൈവ സ്നേഹമാണെങ്കിൽ പിന്നെ നരകമില്ല. മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ തുടങ്ങിയാൽ ഇതിനിങ്ങനൊരു പ്രശ്നം, വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാം? വേറൊരു പ്രശ്നം, രണ്ടാമത്തെ പ്രശ്നം, ദൈവസ്നേഹമാണെന്ന് പറഞ്ഞ് സുവിശേഷം തുടങ്ങിയാൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ദൈവസ്നേഹമായതുകൊണ്ട് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഏത് അധമ മാർഗത്തിലും നിങ്ങൾ ജീവിച്ചോളൂ എന്നൊരു ലൈസൻസ് കൂടി ആ പറയുന്ന വാചകത്തിനകത്തുണ്ട്. അനുതാപം എന്നൊരു സാധനം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റാത്തതുപോലെ നിങ്ങളുടെ വഴി അടയും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യൂറോപ്പിന് സംഭവിച്ചത്. യൂറോപ്പിലെ കഴിഞ്ഞ 100 വർഷമായിട്ട് യൂറോപ്പിൽ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം പോപ്പുലർ പ്രീച്ചിങ് ആണ്. അവിടെ അനുതാപത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല, മാനസാന്തരത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല, ദൈവഭയത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല, ദൈവത്തിനൊരു കോടതി ഉണ്ടെന്ന് ആരും പ്രസംഗിക്കുന്നില്ല, ദൈവം ഒരു ന്യായം വിധിക്കുന്ന ദിവസം ഉണ്ടെന്ന് ആരും പ്രസംഗിക്കുന്നില്ല. എല്ലാവരും എന്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നു? ദൈവം സ്നേഹമാണ്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതുവരെ പഠിച്ചതെല്ലാം മറക്കുക. റോമാലേഖനം അപ്പോസ്തലൻ പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവം ആരാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം പറയുന്നു, ദൈവം ആരാണ്? ദൈവം നീതിമാനും പരിശുദ്ധനുമായ ദൈവം. ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ക്രിസ്ത്യാനി സുവിശേഷം തുടങ്ങുന്നത് ദൈവം ആരാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം, പറയൂ, നീതിമാനും പരിശുദ്ധനുമായ ദൈവം. നീതിമാൻ ഞാൻ പറയാം, പരിശുദ്ധൻ പറഞ്ഞു കഴിഞ്ഞാൽ നീതിമാൻ പറയാൻ എളുപ്പമുണ്ട്. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം ഹോളിയാണ്. പരിശുദ്ധനാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അശുദ്ധിയില്ല, തിന്മയില്ല, തെറ്റില്ല, റോങ്ങില്ല, മാലിന്യമില്ല,
കളങ്കമില്ല, ദൈവം പരമപരിശുദ്ധൻ. വ്യക്തമായോ? നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവം തെറ്റായത് ഒന്നും ചെയ്യില്ല. ഗോഡ് ഈസ് റൈച്ചിയസ്. ലിസൺ, ഗോഡ് ഈസ് റൈച്ചിയസ് മീൻസ് ഗോഡ് വിൽ ഓൾവേസ് ഡു വാട്ട് ഈസ് റൈറ്റ്. റൈറ്റ് മാത്രം ചെയ്യുന്ന, ശരിയായത് മാത്രം ചെയ്യുന്ന, ശരിയായത് മാത്രം സമ്മതിക്കുന്ന ദൈവം, റൈച്ചിയസ് ഗോഡ്. ഗോഡ് ഹൂ വിൽ നെവർ അലൗ വാട്ട് ഈസ് നോട്ട് റൈച്ചിയസ്. മനസ്സിലാവുന്നോ? അതായത് ശരിയായത്, നന്മയായത്, ശരിയായത് മാത്രം അനുവദിക്കുന്ന ദൈവം, അതാണ് നീതിമാൻ. ദൈവത്തിൽ മാലിന്യമില്ല, കളങ്കമില്ല, അശുദ്ധിയില്ല, അതാണ് പരിശുദ്ധൻ. പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തിൽ ഹല്ലേലൂയാ. അപ്പോ ഒന്നാമത്തേത് നീതിമാനും പരിശുദ്ധനുമായ ദൈവം. ദൈവം ആരാണെന്നാണ് ഈശോ നമ്മളെ ദൈവം ആരാണെന്ന് പഠിപ്പിച്ചേ? നിങ്ങൾ പറയും ദൈവം പിതാവാണെന്ന് പഠിപ്പിച്ചു, സ്നേഹമാണെന്ന് പഠിപ്പിച്ചു. പിന്നെ ഈശോ ദൈവത്തെ വേറെ എന്തൊക്കെ വിളിച്ചേ? അപ്പാന്ന് വിളിച്ചു, പിതാവെന്ന് വിളിച്ചു, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചല്ലേ. ഈശോ ദൈവത്തെ വിളിച്ച 2 വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. ജോൺ 17:11. യോഹന്നാൻ 17:11. പരിശുദ്ധനായ പിതാവേ. ഉറക്കെ വായിക്കൂ. യോഹന്നാൻ 17:11. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, പരിശുദ്ധനായ പിതാവേ. അപ്പോ യേശു ദൈവത്തെ വിളിച്ച ഒരു വാക്കാണ് പരിശുദ്ധനായ പിതാവേ. പരിശുദ്ധനായ പിതാവേ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി യോഹന്നാൻ 17:25. യോഹന്നാൻ 17:25. ഉറക്കെ വായിക്കൂ. നീതിമാനായ പിതാവേ. യോഹന്നാൻ 17:25. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല. അപ്പോ യോഹന്നാൻ 17 പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു പിതാവിനെ വിളിക്കാൻ ഉപയോഗിച്ച 2 വാക്കുകളാണ് പരിശുദ്ധനായ പിതാവേ. അപ്പോ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നീതി എന്നത് വിശദീകരിക്കാൻ നിങ്ങളോട് ഞാൻ വിശദീകരിക്കാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം, നാം വിശ്വസിക്കുന്ന ദൈവം ആരാണ്? നീതിമാനും പരിശുദ്ധനുമായ ദൈവം. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത്രയും പിടി കിട്ടിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് കഴിഞ്ഞു. രണ്ടാമത്തേത് ആ നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുടെ നിലവാരം. അപ്പൊ നീതിമാനായ ദൈവം എന്ന് പറയും. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ നീതി പറയുമ്പോൾ എന്താണ് അപ്പൊ നീതി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? നീതിമാനായ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം റൈറ്റ്, ശരി മാത്രമേ ചെയ്യത്തുള്ളൂ. ദൈവം തെറ്റ് സമ്മതിക്കത്തില്ല, ശരിയല്ലാത്ത സമ്മതിക്കത്തില്ല. ഇതാണ് നീതിമാനായ ദൈവം. അങ്ങനെയാണെങ്കിൽ നീതി എന്താ? നീതി എന്ന് പറഞ്ഞാൽ ആ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശുദ്ധിയുടെ നിലവാരമാണ് നീതി. അപ്പൊ എന്താണ് നീതി? മനസ്സിലാവുന്നുണ്ടോ? നീതിമാനായ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശുദ്ധിയുടെ നിലവാരമാണ് നീതി. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ആ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നീതിയുടെ നിലവാരം, അതാണ് നീതി. നിലവാരം, സ്റ്റാൻഡേർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ വിളിച്ചവൻ, വായിച്ച 1 പത്രോസ് 1:16, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. അപ്പൊ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. എന്തുകൊണ്ട്? നിങ്ങളെ വിളിച്ച ദൈവം പരിശുദ്ധനായതുകൊണ്ട്, അവൻ പരിശുദ്ധൻ, അവൻ്റെ നേച്ചർ പരിശുദ്ധി ആയതുകൊണ്ട്, അവന് തിന്മ സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധരായിരിക്കണം. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലവാരമാണ് എന്ത്? നീതി. എന്താണ്? ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലവാരമാണ് നീതി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഉദാഹരണത്തിന് ഈശോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ.
എന്ന് ഈശോ പറഞ്ഞു. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസേയരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ നിങ്ങളുടെ നീതി? എന്നിട്ട് ഈശോ എന്തൊക്കെയാ പറഞ്ഞേ? ഈശോ പറഞ്ഞ കാര്യം നോക്കണേ. ഈശോ പറഞ്ഞു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസേയരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. എന്നിട്ട് ഈശോ എന്തെല്ലാം പറഞ്ഞു? നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് കൊല്ലരുത്. നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് കൊല്ലരുത്. അതാരുടെ നീതിയാ? കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാവും. അതാരുടെ നീതിയാ? പരിസേയരുടെ നീതിയാണ്. പരിസേയരും നിയമജ്ഞരും എങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന നിയമത്തിൻ്റെ ഭാഗമാണത്. എന്ത്? നിങ്ങൾ ആരെയും കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അതാരുടെ നീതിയാണ്? പരിസേയ നീതിയാണ്. അതായത് പരിസേയരും നിയമജ്ഞരും പഠിപ്പിച്ചിരുന്ന നിലവാരമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ പാലിക്കേണ്ട നിലവാരം എന്താണ്? ആരെയും കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാവും. ഈശോ പറയാണ്, എന്നാൽ നിങ്ങളുടെ നീതി അതല്ല. പരിസേയരുടെ നീതി, നിങ്ങളുടെ നീതി എന്താണ്? സഹോദരനോട് കോപിക്കരുത്. കണ്ടോ, നിലവാരം അറിയോ? നീതിയുടെ നിലവാരം അറിയോ? നീതി എന്താന്ന് ഞാൻ പറയുകയാണ്. പരിസേയര് പറഞ്ഞു എന്താണ് നീതി? ആരെയും കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാവും. എന്നാൽ ഈശോ പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആരോടും കോപിക്കരുത്. അപ്പൊ കണ്ടോ, അപ്പൊ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നീതിയുടെ നിലവാരം പരിസേയര് പറഞ്ഞ നിലവാരമല്ല, ദൈവം പറയുന്ന നിലവാരം. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ല നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, വ്യഭിചാരം ചെയ്യരുത്. അതാരുടെ നീതി? പരിസേയരുടെ നീതി. എന്നാൽ ഈശോ പറയുകയാണ്, ആസക്തിയോടെ സ്ത്രീയെയോ പുരുഷനെയോ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. അതാരുടെ നീതി? അതാണ് ദൈവത്തിൻ്റെ നീതി. പിടികിട്ടിയോ? നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, ചോദിക്കുന്നവന് കൊടുക്കുക, അല്ലേ? നിങ്ങളിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അല്ല നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത്. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ. മറ്റേ പരിസേയരുടെ നീതി എത്ര? 1 മൈൽ ദൂരം പോകാൻ വട്ടപ്പാറ ഇറക്കാൻ പറയുന്നവരെ വട്ടപ്പാറ ഇറക്കിയാൽ മതിയായിരുന്നു. യേശുവിൻ്റെ നീതി എന്താണ്? വട്ടപ്പാറ ഇറക്കാൻ പറയുന്നവരെ അവർ തമ്പാനൂരാണ് പോകുന്നതെങ്കിൽ തമ്പാനൂർ കൊണ്ടുപോയി ഇറക്കണം. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകണം. പിടികിട്ടുന്നുണ്ടോ? എക്സ്ട്രാ മൈൽ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ആരുടെ നീതി? പരിസേയരുടെ നീതി. ഈശോയുടെ നീതിയോ? ഒരു ചകട്ടത്തടിക്കുന്നവന് മറുചകട്ടുകൂടെ. അപ്പൊ എന്താ നീതി എന്ന് മനസ്സിലായോ? ദൈവമക്കളിൽ നിന്ന് നീതിമാനായ ദൈവം പ്രതീക്ഷിക്കുന്ന നീതിയുടെ നിലവാരമാണ് നീതി. ഇപ്പൊ പിടികിട്ടുന്നോ? ഉറക്കം വരുന്നോ? പറഞ്ഞേ ഹല്ലേലൂയാ. പിടികിട്ടുന്നുണ്ടോ? നീതി, അതാണ് നീതി. അപ്പൊ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചിയസ്നെസ്, നീതിയുടെ നിലവാരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോവാൻ 100ൽ എത്ര മാർക്ക് വേണം? ദൈവം പരിശുദ്ധനാണ്, ദൈവത്തിൻ്റെ നിലവാരം ഇതാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ 100ൽ എത്ര മാർക്ക് വേണം? 99 ഉണ്ടേ ജയിക്കുവോ? ജയിക്കത്തില്ല. 90 ഉണ്ടേ ജയിക്കുവോ? 99.9 ഉണ്ടേ ജയിക്കുവോ? ഇല്ല. 15, 18 ഉണ്ടേ ജയിക്കത്തേ ഇല്ല. അപ്പൊ 15 മാർക്ക് കിട്ടിയവനും തോറ്റു, 99 കിട്ടിയവനും തോറ്റു. ഇതാണ് സ്വർഗത്തിന്റെ പരീക്ഷയുടെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടോ? 15 കിട്ടിയവനും തോറ്റു, 99 കിട്ടിയവനും തോറ്റു. നമുക്ക് പൊതുവായൊരു ആശ്വാസം ഉള്ളത് എല്ലാവരും തോറ്റു കിടക്കാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിള്ളേരിപ്പം നമ്മൾ അപ്പനും അമ്മയൊക്കെ ചൂടാവത്തില്ലേ പിള്ളേരോട്? ഇതിനോട് ഇത്ര മാർക്കേ ഉള്ളൂ പറയുമ്പോൾ, അമ്മ എല്ലാവരും തോറ്റു എന്ന് പറയുമ്പോൾ അമ്മ എല്ലാവരും തോറ്റോ, എന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നൊരു സമാധാനം ഉണ്ടല്ലോ. എല്ലാവരും തോറ്റു എന്ന് പറയുമ്പോൾ അതാണ് ബൈബിൾ അനുസരിച്ച് എല്ലാവരും തോറ്റു. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും തോറ്റു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചിയസ്നെസ് 100ൽ 100. മറക്കരുത്, നീതിയുടെ നിലവാരം, പരിശുദ്ധനായ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നീതിയുടെ നിലവാരം 100ൽ 100. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മൂന്നാമത്തേത്, ഇപ്പൊ തോറ്റെന്നല്ലേ പറഞ്ഞേ? 100ൽ 100 ഉള്ളവരെല്ലാം ഒന്ന് കൈവെക്കേ. 100ൽ 100 ഉള്ളവരെല്ലാം ഒന്ന് കൈവെക്ക്. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല. നിങ്ങളെ ഞാൻ ഇവിടെ ഇരുത്താം, മാതാവിനെ മാറ്റിയിട്ട്. 100ൽ 100 ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. മൂന്നാമത്തേത്, മനുഷ്യന്, ഇത് നമ്മൾ വിശദീകരിക്കും ഇനി, മനുഷ്യന് ഈ നിലവാരത്തിലെത്താനുള്ള കഴിവില്ലായ്മ. വിശദീകരിക്കും, നമ്മൾ കൂടുതൽ വിശദീകരിക്കും. നാലാമത്തേത്, അതുകൊണ്ട് ആ കഴിവില്ലായ്മ മനസ്സിലാക്കി നമ്മളെ നീതീകരിക്കാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം.
പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് സുവിശേഷം. ഓക്കെ, ഇതാണ് ഇതിന്റെ വിശദീകരണമാണ് നീതി എന്ന് പറഞ്ഞത്. അപ്പൊ നീതി എന്താന്ന് നമ്മൾ മനസ്സിലാക്കി വരികയാണ്. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. വിശദീകരിക്കാം. ഇപ്പൊ തൽക്കാലം അത്രയും പറഞ്ഞിട്ട് ഇനി അപ്പോസ്തലൻ പറയാണ്, നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. നിങ്ങൾ കണ്ടോ അത്? റോമർ 1:18 വായിച്ചേ. റോമർ 1:17 വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഞാൻ പിന്നീട് കൂടുതൽ വിശദീകരിക്കാം, ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്നാണല്ലോ എവിടെ എഴുതിയിരിക്കുന്നു? ബൈബിളിൽ എവിടെ? പിന്നെ ഇവിടെ എഴുതിയ ആരും അല്ല പറയുന്നേ, വേറെ എവിടോ എഴുതിയിട്ടുണ്ടെന്ന് പറയാണ്. വേറെ എവിടോ എഴുതിയിട്ടുണ്ടെന്ന്. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു? പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാ? മത്തായി. മത്തായിയുടെ പുറകിൽ ആരാ? മത്തായിയുടെ പുറകിലോ? നിങ്ങളുടെ ബൈബിളിൽ മത്തായിയുടെ പുറകിൽ ആരാ? മലാഖിയാണ്. മത്തായിയുടെ പുറകിൽ ആരാ? മലാഖി. നോക്കിക്കോണം, ഞാൻ ചോദിക്കാൻ പോവാണ്. മത്തായിയുടെ പുറകിൽ ആരാ? മലാഖി. മലാഖിയുടെ പുറകിലോ? സക്കറിയ. മറക്കരുത്. മത്തായിയുടെ പുറകിൽ ആരാ മോളെ? മത്തായിയുടെ വരിയല്ല, മത്തായിയുടെ പുറകില് മത്തായിയുടെ വരിയല്ല, മത്തായിയുടെ പുറകിൽ മലാഖി. മലാഖിയുടെ പുറകിലോ? സക്കറിയയുടെ പുറകിലോ? ഹഗ്ഗായി ആണോ? സക്കറിയയുടെ പുറകിൽ ഹഗ്ഗായി. ഹഗ്ഗായിയുടെ പുറകിലോ? സഫാനിയ. സഫാനിയയുടെ പുറകിലോ? ഹബക്കൂക്ക്. ആ ചേട്ടനെ നമുക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇനി അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ തുപ്പലോട്ട് തപ്പാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. മത്തായിയുടെ പുറകിൽ ആരാ? മലാഖി. മലാഖിയുടെ പുറകിൽ ആരാ മോളെ? സക്കറിയ. സക്കറിയയുടെ പുറകിലോ? ഹഗ്ഗായി. ഹഗ്ഗായിയുടെ പുറകിലോ? സഫാനിയ. സഫാനിയയുടെ പുറകില് ഹബക്കൂക്കിന്റെ പുസ്തകമുണ്ട്. ഹബക്കൂക്കിന്റെ പുസ്തകത്തിലാണ് നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്നാന്നൊന്ന് നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, പ്രവാചകൻ പറയുകയാണ്, നീതിമാൻ. വായിച്ചേ ഹബക്കൂക്ക് 2:4. ഹബക്കൂക്ക് 2:4 എടുത്തേ. ഹബക്കൂക്ക് 2:4 വായിക്കേ. ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്തിനാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഹബക്കൂക്കിനെ കോട്ട് ചെയ്യുന്നത്? ഹബക്കൂക്ക് നമ്മളിത് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നത് നല്ലതാണ്. എന്തിനാണ് അപ്പോസ്തലൻ ഹബക്കൂക്കിനെ കോട്ട് ചെയ്യുന്നത്? ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് ഒരു ആർഗ്യുമെന്റ് നടത്തുകയായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഹബക്കൂക്ക് ദൈവത്തോട് ഒരു ആർഗ്യുമെന്റ് നടത്തുകയായിരുന്നു, ഒരു വാദപ്രതിവാദം നടത്തുകയായിരുന്നു. അതായത് ഹബക്കൂക്ക് ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ദൈവമേ, വായിക്ക് ഹബക്കൂക്ക് 1-ാം അധ്യായം. ഹബക്കൂക്ക് 1-ാം അധ്യായം. ഹബക്കൂക്ക് പ്രവാചകന്റെ ദർശനത്തിൽ ലഭിച്ച ദൈവത്തിന്റെ അരുളപ്പാട്. കർത്താവേ, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് അത്. അതായത് ഹബക്കൂക്ക് പറയാണ്, ദൈവമേ, ഞാൻ എത്ര നാളായിട്ടൊരു കാര്യം നിന്നോട് പറയുകയാണ്, നീ എന്താ കേൾക്കാത്ത? ഇതാണ് ഹബക്കൂക്ക് പശ്ചാത്തലം പറയാണ്. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും എന്ന് ഹബക്കൂക്ക് എഴുതുന്നതിന്റെ പശ്ചാത്തലം പറയാണ്. ഹബക്കൂക്ക് ഒരു ദിവസം ദൈവത്തോട് പറയാണ്, ദൈവമേ, എത്ര നാളായിട്ട് ഞാൻ പറയുകയാണ് ഒരു കാര്യം, നീ എന്താ കേൾക്കാത്ത? എന്താണ് ഹബക്കൂക്കിന്റെ പ്രശ്നം? എത്ര നാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുമ്പിൽ. കലഹവും മത്സരവും തല ഉയർത്തുന്നു. നിയമം നിർവീര്യമാക്കപ്പെടുന്നു, നീതി നിർവഹിക്കപ്പെടുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളയുന്നു, നീതി വികലമാക്കപ്പെടുന്നു. അപ്പോൾ കേട്ടോ, ദൈവമേ, ഈ നാട്ടിൽ കൊള്ളരുതാത്ത മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ അക്രമവും ദുഷ്ടതയും
കൊള്ളയും കൊള്ളിവെപ്പ് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ മുട്ട എന്നിട്ട് പറയാണ്, ദൈവമേ നീ കൈയും കെട്ടി നോക്കി നിൽക്കണം. എത്ര നാളായിട്ട് ഞാൻ പറയുകയാണ്, ഇവിടെ ഒന്നും നന്നായിട്ട് നടക്കുന്നില്ല, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? അപ്പൊ ദൈവം പറയാണ്, ഞാൻ കൈ കെട്ടിയിരിക്കല്ല, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. നീ എന്നെ പറഞ്ഞ ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കണം. അപ്പൊ ഹബക്കൂക്ക് ചോദിച്ചു, നീ എന്നാ ചെയ്യാൻ പോവാ? എന്നാ ചെയ്യാൻ പോകുന്നറിയോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല. ദൈവം പറഞ്ഞു, ഇതുങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ ഞാൻ വടക്ക് നിന്ന് ബാബിലോൺകാരെ കൊണ്ടുവരാൻ പോവാണ്. മനസ്സിലായോ? നമ്മൾ വിചാരിച്ച പോലല്ല. ദൈവം പറഞ്ഞു, നീ എന്നെ വിചാരിച്ചേ ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കുന്നോ? ഈ ജനതയുടെ ദുഷ്ടതയും അക്രമവും തിന്മയും കൊള്ളയും കൊള്ളിവെപ്പും ഒരു അവസാനമില്ലാത്തതുപോലെ തുടരുന്നുണ്ട്. ഹബക്കൂക്ക് ഞാൻ വെറുതെ ഇരിക്കുകയല്ല, ഞാൻ കൊണ്ടുവരാൻ പോവാണ്. അത് റെഡിയായി. അവന്മാർ ആയുധമൊക്കെ എടുത്ത് വാളൊക്കെ മിനുക്കി തുടങ്ങി. ബാബിലോൺകാർ വരാൻ, വടക്ക് നിന്ന് ഒരു ജനത വരാൻ പോവാണ്. അപ്പൊ ഹബക്കൂക്ക് പറഞ്ഞു, അത് ശരിയാവില്ല. ഈ നാട്ടിൽ കൊള്ളരുതാത്തവന്മാർ മാത്രമല്ലല്ലോ ഉള്ളത്. അവിടുന്ന് അവന്മാർ വരുമ്പോഴേ പാകിസ്ഥാൻകാർ വെടിവെക്കുമ്പോൾ നല്ലവരെ നോക്കി, കൊള്ളരുതാത്തവന്മാരെ മാത്രം നോക്കിയാണ് വെടിവെക്കുന്നത്. അല്ലല്ലോ. ബോംബിടുമ്പോൾ ആണോ? അല്ലല്ലോ. അല്ല. ദൈവമേ, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന് നശിക്കത്തില്ലേ? അതെന്നെ പരിപാടിയാണെന്ന് ഹബക്കൂക്ക് അടുത്ത ബഹളം. അതിന് മറുപടിയായിട്ടാണ് ദൈവം പറയുന്നത്, നീ പേടിക്കണ്ട, നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം രക്ഷപ്പെട്ടോളും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവണ്ട, നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം രക്ഷപ്പെടും. ഇതാണ് പശ്ചാത്തലം. ഇത് അപ്പോസ്തലൻ അവിടുന്ന് എടുക്കുകയാണ്. എടുത്തിട്ട് പറയാണ്, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നീതിമാൻ വിശ്വാസം മൂലം രക്ഷപ്പെടും. ജീവിക്കും എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും. അവൻ രക്ഷപ്പെടും. അവൻ മാത്രമേ രക്ഷപ്പെടൂ. ബാക്കി എല്ലാവരെയും വടക്ക് നിന്ന് വരുന്ന ഈ ശത്രു വിഴുങ്ങും. നീതിമാൻ മാത്രമേ രക്ഷ പ്രാപിക്കൂ. നിങ്ങൾക്ക് പിടിയിട്ടുണ്ടോ? ആര് രക്ഷ പ്രാപിക്കും? നീതിമാൻ രക്ഷ പ്രാപിക്കും. നീതിമാൻ രക്ഷ പ്രാപിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഇനി നമുക്ക് ആ വാക്യത്തിലേക്ക് തിരിച്ചു വരാം. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. എന്തെന്നാൽ അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇത്ര മനസ്സിലായോ? ഇനി ശ്രദ്ധിക്കുക. ഇനി 18 മുതൽ ആ വാക്യം 27 വരെയാണെന്ന് തോന്നുന്നു. ആണോ? 20 ആ അധ്യായം എത്ര വാക്യം വരെ ഉണ്ട്? ഇനി 32 വരെ. അതായത് 18 മുതൽ 32 വരെ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 18 മുതൽ 32 വരെ അപ്പോസ്തലൻ വിവരിക്കാൻ പോകുന്നത് സുവിശേഷം നമുക്ക് ആവശ്യമുണ്ടോ എന്നാണ്. സുവിശേഷം നമുക്ക് ആവശ്യമുണ്ടോ? ഇപ്പം നിങ്ങൾ ഒരാളോട് ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ യേശുവിൻ്റെ സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നു. ചേച്ചിയോട് യേശുവിൻ്റെ സുവിശേഷം പറയാം. അപ്പോൾ ചേച്ചി പറയാണ്, എനിക്ക് സുവിശേഷം ഒന്നും വേണ്ട. അറിഞ്ഞുകൂടാന്നല്ല, വേണ്ട, എനിക്കത് ആവശ്യമില്ല. കാരണം ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരാൾ. നിങ്ങളുടെ സുവിശേഷമൊക്കെ വല്ല പാപികളോടോ വല്ല ജയിലിലോ വല്ല കൊള്ളരുതാത്തമാർ അവിടെയൊക്കെ ചെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ അത്യാവശ്യം മനമര്യാദയായിട്ട് ജീവിക്കുന്നവരാണ്. ഇങ്ങനെ പറയുന്ന ആളുകളോട് അപ്പോസ്തലൻ പറയുകയാണ്, സുവിശേഷം ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമുണ്ട്. അത് തെളിയിക്കാൻ പോവാണ്. സുവിശേഷം ആവശ്യമില്ലാത്ത ഒരാൾ പോലും ഈ ലോകത്തില്ല. എല്ലാവർക്കും സുവിശേഷം ആവശ്യമുണ്ട്. എന്താണ് കാരണം? അപ്പൊ അവിടെ പറഞ്ഞു തുടങ്ങാണ്, മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും വാക്കെന്താണ്? അനീതി. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനതിനെ ചുരുക്കി പറയാൻ പോവാണ്. ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിച്ചിരിക്കുക. ഇനി 1:18 മുതൽ 3:20 വരെ 1:18 മുതൽ 3:20 വരെ അപ്പോസ്തലൻ ഒരു കാര്യം സ്ഥാപിക്കാൻ പോവാണ്. എന്താണ് സ്ഥാപിക്കാൻ പോകുന്നത് അറിയാമോ? നീതിമാനായി ഈ ലോകത്ത് ആരുമില്ല. അത് തെളിയിക്കാൻ പോവാണ്. 1:18 മുതൽ 3:20 വരെ. യഹൂദനും ഇല്ല,
ഗ്രീക്കുകാരനും ഇല്ല. നീതിമാനായി ആരുമില്ല, യാറുമേ കിടയാതെ. മനസ്സിലായോ? നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, ഒരുവൻ പോലുമില്ല. ആദ്യം അദ്ദേഹം പറയാൻ പോകുന്ന ആരെ കുറിച്ചാണ്? അല്ല, വിജാതി, ഗ്രീക്കുകാരെ കുറിച്ച്, വിജാതിയരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ 3 സെക്ഷനായിട്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം പറയുന്നു വിജാതിയർ, രണ്ടാമത് പറയുന്നു യഹൂദർ, മൂന്നാമത് പറയുന്നു എല്ലാവരും. ഇത് 3 സെക്ഷനായിട്ടാണ് എല്ലാവരും പാപികളാണെന്ന് പറയുന്നത്. ആദ്യം പറയുന്നു, അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അവർ എന്നാണ്. ആദ്യത്തെ 32 വരെയുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുന്നത് അവർ എന്നാണ്. അതാരെ ഉദ്ദേശിക്കുന്നു? വിജാതിയർ. ഇനി അത് കഴിഞ്ഞ് 2-ാം അധ്യായം 1 മുതൽ ഉപയോഗിക്കുന്നത് നീ എന്നാണ്, നീ യഹൂദൻ. ഇനി അത് കഴിഞ്ഞ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ എന്നാണ്, വി എന്നാണ്. ദേ, യു, വി. ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഇത് പറയാൻ പോകുന്നത്. അതായത് ആദ്യം പറയുന്നു അവർ, അതാരാണ്? ദൈവത്തെ അറിയാത്ത വിജാതിയർ. രണ്ടാമത് പറയുന്നു നീ, നിയമം അറിയാവുന്ന നീ. മൂന്നാമത് പറയുന്നു എല്ലാവരും, നമ്മൾ. മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ലോജിക്കലായിട്ട് എഴുതപ്പെട്ടൊരു ഗ്രന്ഥം അധികമില്ലെന്ന് വലിയ വലിയ പണ്ഡിതന്മാർ പറയാറുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഈ റോമാലേഖനം അത്രയും ഓരോ വാക്യവും അടുത്ത വാക്യത്തോട് കണക്റ്റഡാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ആദ്യം പറയാൻ പോകുന്ന അവർ, ദേ, മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. കണ്ടോ അവിടെ വാക്യം ശ്രദ്ധിച്ചേ, അവർ. കണ്ടോ, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? ഇനി ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അടുത്തത്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും, അല്ലേ? 22, ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. കാണുന്നുണ്ടോ? അതുകൊണ്ട് ദൈവം അവരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് അവരെ ആരെ? വിജാതീയരെ, ദൈവത്തെ അറിയാത്തവരെ, വിജാതീയരെ. അപ്പൊ ഇവിടെ അതിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വാക്ക് പരിചയപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ ക്രോധം. എടുത്തോ, ദൈവത്തിന്റെ ക്രോധം. ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സ്വർണ്ണക്കടയിൽ സ്വർണം വാങ്ങിക്കാൻ പോയിട്ടുണ്ടോ? നിങ്ങൾ എന്തായാലും പോയിട്ടുണ്ടോ? പോയിട്ടില്ല അല്ലെ? സ്വർണം കണ്ടിട്ടുണ്ടോ? ഈ സ്വർണം അവർ വെച്ച് തരുന്നത് എങ്ങനെയാണ്? ഈ മനോരമ ന്യൂസ് പേപ്പർ പോഞ്ഞാണോ നിങ്ങൾക്ക് അവർ കടയിൽ നിന്ന്? അതെങ്ങനെ തരുന്നേ? എങ്ങനെ തരുന്നത്? പ്ലാസ്റ്റിക് കവറിനകത്ത് ചുരുട്ടിയാണ്? 50 പൈസ കവറിനകത്ത്? അല്ല, അത് എനിക്ക് അത് നിങ്ങൾ ഈ സ്വർണം വെച്ച് തരുന്ന എന്തിനകത്താ? അതിനകത്ത് ഒരു വെൽവെറ്റൊക്കെ വെച്ചിട്ട് അല്ലേ? അങ്ങനെയാണ്. ഇനി സ്വർണ്ണക്കടയിൽ സ്വർണം തൂക്കിയിട്ടിരിക്കുന്നത് എപ്പോഴും ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഗോൾഡിനെ അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? എന്തിനാ? അതായത് ഈ ഗോൾഡിന്റെ തിളക്കം ശരിക്കും നിങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായിട്ട് അവർ വെക്കും. അത് അവരുടെ ഒരു ടെക്നിക്കാണത്, മനസ്സിലായി? പിന്നെ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുക്കും. അപ്പം അതായത് ഈ ഗോൾഡ് നമ്മൾ ഇടുന്ന സമയത്ത് ഇതിനത്രയും തിളക്കമില്ല, മനസ്സിലായില്ലേ? എന്നാൽ സ്വർണ്ണ കടയിലിരിക്കുമ്പോൾ ഇതിനെല്ലാം തിളക്കമാണ്. മനസ്സിലാവുന്നുണ്ടേ പറയുന്നത്? അപ്പം അതെന്താണ്? അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി, ആ ഗോൾഡിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാക്കി വെച്ചു. ശ്രദ്ധിച്ചേ, സുവിശേഷം എന്ന തനി തങ്കത്തിൻ്റെ തിളക്കം, ദൈവസ്നേഹം എന്ന തനി തങ്കത്തിൻ്റെ തിളക്കം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ക്രോധമെന്ന ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലേ അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് സുവിശേഷം അവതരിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ആദ്യം സുവിശേഷം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ക്രോധം എന്താണ് എന്ന് വിശദീകരിക്കും. പാപവും പാപത്തിൻ്റെ ഗൗരവവും മനസ്സിലാക്കാതെ സുവിശേഷവും രക്ഷയുടെ ആനന്ദവും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാർ സുവിശേഷം അവതരിപ്പിച്ചപ്പോൾ അവർ ആദ്യം എന്ത് ചെയ്തു? ദൈവസ്നേഹത്തെ അല്ല പഠിപ്പിച്ചത്, ക്രോധം ദൈവത്തിൻ്റെ. There is a reality called the wrath of God. Humanity is ever facing the sword of Damocles. ഡെമോക്ലീസിന്റെ വാള് പോലെ മാനവകുലത്തിന്റെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടപ്പുണ്ട്. എന്ത്? ദൈവത്തിന്റെ ക്രോധം.
അപ്പോൾ അതെന്താണെന്ന് വിശദീകരിക്കണം. എന്താണ് ദൈവത്തിൻ്റെ ക്രോധം? എന്താണ് ദൈവത്തിൻ്റെ ക്രോധം? ശ്രദ്ധിക്കുക. ക്രോധം എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ മീശ വിരിക്കുന്നു, ദൈവം ഇങ്ങനെ ചവിട്ടാനും കുത്താനും കൊല്ലാനും വരുന്നു, ദൈവം ഇങ്ങനെ അലറി വിളിക്കുന്നു, ദൈവം ഇങ്ങനെ വെളിച്ചപ്പാട്ടിനെ പോലെ ഉറഞ്ഞു കൊള്ളുന്നു. അതൊന്നും അല്ല ദൈവത്തിൻ്റെ ക്രോധം. എന്താ ദൈവത്തിൻ്റെ ക്രോധം? ക്രോധം എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്, ദൈവത്തിൻ്റെ മനോഭാവം. അതിനെങ്ങനെയാണ് ദ ഹോളി ഇൻഡിഗ്നേഷൻ. ദ ഹോളി ഇൻഡിഗ്നേഷൻ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടക്കേട്, വെറുപ്പ്, ഇഷ്ടക്കേട്, ഹേറ്റ്രഡ്. എന്തിനെക്കുറിച്ച്? പാപത്തെക്കുറിച്ച്. അപ്പം എന്താണ് ക്രോധം? ക്രോധം സമം ഗോഡ് ഹെയ്റ്റ്സ് സിൻ. ദൈവത്തിന് പാപം ഇഷ്ടമല്ല. അതാണ് ക്രോധം. എന്താണ് ക്രോധം? ദൈവത്തിന് പാപം ഇഷ്ടമല്ല. ഗോഡ് ഡിറ്റസ്റ്റ് സിൻ, ഗോഡ് ഹെയ്റ്റ്സ് സിൻ. അതാണ് ക്രോധം. എന്താണ് ക്രോധം? ദൈവത്തിന് പാപം ദൈവത്തിന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ അതിന് ഏർപ്പാടാ, എന്നാ സഹിച്ചാൽ കുഴപ്പം? അങ്ങോട്ട് കുറച്ചങ്ങോട്ട് സഹിക്കണം പാപം. എന്താ പ്രശ്നം? കാരണം ദൈവത്തിൻ്റെ ക്യാരക്ടർ, ഗോഡ് ഈസ് ഹോളി. മനസ്സിലാകാൻ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും നല്ല ഉദാഹരണം, എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ്റെ അപ്പൻ്റെ പേര് ചന്ദ്രൻ എന്നായിരുന്നു. എന്താണ്? ചന്ദ്രൻ. കേൾക്കുന്നുണ്ടോ ആവോ? ചന്ദ്രൻ. എൻ്റെ സഹപാഠിയുടെ അപ്പൻ്റെ പേര് ചന്ദ്രൻ എന്നായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ സാറ് ചോദിച്ചു, ചന്ദ്രനെ പകൽ കാണാത്ത എന്തുകൊണ്ട്? അവൻ ഉത്തരവ് എഴുതി ചോദിച്ചു, അച്ഛൻ പണിക്ക് പോകുന്നുണ്ട്. മനസ്സിലായി? ചന്ദ്രൻ. ഇന്ദ്രനെയും ചന്ദ്രനെയൊക്കെ പേടിയില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പോട്ടെ. അപ്പോൾ എന്തായാലും ഈ ചന്ദ്രൻ, സൂര്യൻ, അങ്ങനെ പേരുള്ള അല്ലേ? സൂര്യ അല്ലേ? സിനിമ നടൻ സൂര്യൻ. പേരൊക്കെ ഇടാൻ കൊള്ളാം. ഇപ്പൊ സൂര്യൻ എന്ന് പേരുള്ള ഒരാള് ഇവിടെ നിന്നിട്ട് മേളിലോട്ട് നോക്കിയിട്ട്, നല്ല നട്ടുച്ചയ്ക്ക് മേളിലോട്ട് നോക്കിയിട്ട് പറയാണ്, ഞാനും ആ സൂര്യനും ചേട്ടനും അനിയനാണെന്ന് വേണേ പറയാം. നിങ്ങൾ നോക്കുമ്പോൾ ശരിയാണല്ലോ, ആ പുള്ളിയുടെ പേര് സൂര്യൻ, ഇവൻ്റെ പേരും സൂര്യൻ. വേണേ അങ്ങനെ പറയാം. എന്താ പറയാൻ പറ്റുന്നത്? ഞാനും സൂര്യനും മച്ചാനുമാണ്, മാമനും മരുമനുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും സൂര്യനും. പക്ഷേ പറയാന്നേ ഉള്ളൂ. ഇവിടെ എന്നിട്ട് പറയാം, സൂര്യൻ മാമേ എനിക്ക് എല്ലാ ദിവസവും വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ടെന്നൊക്കെ ഇവിടെ നിന്ന് പറയാം. ചുമ്മാ പറയാന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത്രയും വലിയ അടുപ്പവും സ്നേഹവും ബന്ധവും എല്ലാം, പേര് പോലും സൂര്യൻ എന്നാണ്. അങ്ങനെയൊക്കെയുള്ള സൂര്യൻ, ഈ ഭൂമിയിലെ സൂര്യൻ, ഈ പേരുള്ള സൂര്യൻ, ശരിക്കുള്ള സൂര്യൻ അടുത്തോട്ട് പോയാൽ എന്നാ പറ്റും? വാ മോനെ, വാ മച്ചമ്പി എന്ന് പറഞ്ഞ് വിളിക്കുവോ? വിളിക്കത്തില്ല. എന്നെ വിളിച്ചാൽ പോണേ കത്തിപ്പോവും ചേച്ചി. അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. അയ്യോ അതെന്തങ്ങനെ വന്ന് ഞങ്ങൾ കൂട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ല, കത്തിപ്പോവും. എന്താ കാര്യം? മാമ എന്തോരം തവണ മാമൻ്റെ കാര്യം ഞാൻ ഈ ഭൂമിയിൽ ഇരുന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാമൻ കത്തിച്ചു കളയും. എന്താ കാര്യം? അത് മാമൻ്റെ സ്വഭാവമാണ്. എന്ത്? മാമൻ ഇങ്ങനെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സൂര്യൻ്റെ നേച്ചറാണ്. എന്താണ്? ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഒരു തീക്കുണ്ടാണ്, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനടുത്ത് ആര് ചെന്നാലും കത്തിപ്പോവും. ദൈവം പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവത്തിനടുത്ത് തിന്മയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ പിടികിട്ടിയോ? അതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ക്രോധം. മനസ്സിലായല്ലേ? മനസ്സിലായി. ക്രോധം. ഗോഡ് ഹെയ്റ്റ്സ് സിൻ, ഗോഡ് ഡിറ്റസ്റ്റ് സിൻ. അതാണ് ക്രോധം. ഇത്രയും പിടികിട്ടിയോ? അപ്പൊ എവിടെ ദുഷ്ടതയുണ്ടോ അവിടെ അനീതിയുണ്ടോ, അവിടെ എന്തുണ്ട്? അതായി പറഞ്ഞത്, മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് ക്രോധം എന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ സമയമില്ല. സമയം പോയി. നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ തൽക്കാലം ഇത്രയും മതി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളതുകൊണ്ട് ഇന്ന് ഇത്രയും മതി. ഇനി ബാക്കി സമയമുണ്ടല്ലോ. ലോകം അവസാനിക്കാൻ കുറച്ച് നാളുകൂടെ ഉണ്ടാവട്ടെ. നമുക്ക് കർത്താവേ വേഗം വരല്ലേ എന്ന് നമുക്ക് പറയാം. വേഗം വരല്ലേ എന്ന് പറയാം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയാം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ വേഗം വരണേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം?
നിങ്ങൾ ഈ വട്ടപ്പാറ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിന്നെന്ന് വിചാരിക്കുക. ബസ് കയറാൻ നിന്നിട്ട് നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിന്നിട്ട് ബസ് ഒരൊറ്റ ബസ് നിർത്തുന്നില്ല, ഒറ്റ ബസ് നിർത്തും, എല്ലാ ബസ്സും വിട്ടുപോവാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എന്തെല്ലാം പറയും? നിങ്ങൾക്ക് 4 മണിക്ക് അങ്ങ് തിരുവല്ല ചെല്ലേണ്ടതാണ്. നിങ്ങൾ എന്ത് പറയും? ആരുടെ ശവടക്കിന് പോവാണ്? ആരാണ്ട് ശവം കിടക്കുന്നു, ഇത്ര പെട്ടെന്ന് പറ്റും, ഇവിടെ നിർത്തിയാൽ എന്താണ് കുഴപ്പം എന്നെല്ലാം പറഞ്ഞ് വായി വരുന്ന എല്ലാം പറഞ്ഞ് ചീത്തയെല്ലാം വിളിച്ച് അവസാനം ഒരു ബസ് നിർത്തി. നിങ്ങൾ കയറി, നിങ്ങൾക്ക് സീറ്റും കിട്ടി. ഇനി നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കും? ഇനി ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ ഈ ബസ് നിർത്തിയാൽ കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് ബസ് നിർത്താത്തതിന് ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ഈ ചേട്ടൻ ഈ ചേച്ചി എന്നാ പറയും? അയ്യോ ഇതിനേക്കാളും ഭേദം ഒച്ചിൻ്റെ പുറത്ത് കയറി പോന്നായിരുന്നു. ഇത് ഇയാൾ ഈ സ്റ്റോപ്പിൽ നിർത്തി, ഇവിടെ ആരും ഇല്ലല്ലോ, ഇത് ഈ കഴുതെ കറ്റ, ഈ പശുവിനെ കറ്റാൻ വേണ്ടിയാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായി വരുന്നത് മനസ്സിലായോ? ഒരിക്കൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, വേറെ ആരും പിടികിട്ടുന്നുണ്ടോ? ഉപമകളിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരിക്കൽ കയറി കഴിഞ്ഞാൽ കയറിയവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, വേറെ ആരും ഇനി ഈ വേഗം വരണേ നലറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? നമ്മളെന്തായാലും കയറി, എന്നാൽ വേഗം വരല്ലേ എന്ന് കരയുന്ന ചില ആളുകളുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ദൈവമേ, എൻ്റെ അമ്മാവൻ ഇനിയും യേശുവിനെ അറിഞ്ഞിട്ടില്ല, എൻ്റെ മകൻ ഇതുവരെയും യേശുവിനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ വേഗം വരണേന്ന് പ്രാർത്ഥിക്കണം. വേഗം വരണേന്നില്ല ബൈബിളിൽ. അതല്ലേ കർത്താവായ ദൈവമേ, ആമേൻ. വേഗമൊന്നുണ്ടോ നിങ്ങൾ ബൈബിളിൽ? വേഗമൊന്നുണ്ടോ? ഒന്ന് നോക്കിയാൽ വേഗം വരണേന്നുണ്ടോന്ന്? ഇല്ല, വേഗം നമ്മൾ ചേർത്താ ഉണ്ടോ? വരണമേന്നേ ഉള്ളൂ, മാറാനാത്ത വരണേന്നേ ഉള്ളൂ. ഉണ്ടോ? വേഗം വരുന്നുണ്ട്, അത് അദ്ദേഹം പറഞ്ഞാണ് വേഗം വരുന്നു. നമ്മൾ വേഗം വരണേന്ന് നമ്മൾ പറയുന്ന വരണേന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കിയോ, വെരിഫൈ ചെയ്തിട്ട് ഞാൻ തെറ്റാണെന്ന് എന്നോട് പറഞ്ഞാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ കണ്ടത് വരണേന്നാ. കർത്താവേ വരണമേന്നാ. വേഗം നമ്മൾ ചേർത്താ നമ്മുടെ വെപ്രാളത്തിൽ ബസ് നിർത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ചേർത്താണ് വേഗം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെന്നറിയാം, ശക്തമായിട്ട് നമ്മൾ